ഇന്ന് ഞങ്ങൾ പോകുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കാണ്. മകളുടെ പിറന്നാൾ പ്രമാണിച്ച് അമ്പലത്തിലേക്കൊരു യാത്ര വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഈ പ്രാവശ്യമാണ് അത് നടന്നത്. അപ്പോൾ അവിടെ കണ്ടതാണ് ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലം ആണ് അമ്പലപ്പുഴയിലെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അമ്പലപ്പുഴയിൽ ഗുരുവായൂരുണ്ടെന്ന് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ ഒരു ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടയാണ്. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. പണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കുന്നു ഭയപ്പെട്ടിട്ട് ഈ ചെമ്പകശ്ശേരി എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴയിലേക്ക് വിഗ്രഹം കൊണ്ടുവരികയും ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ട് 1800 അത് തിരിച്ച് ഗുരുവായൂരിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്നും ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ പാൽപ്പായസം സേവിക്കാൻ എത്തുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഇതാണ് അമ്പലപ്പുഴയിലെ ഗുരുവായൂർ നട എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പം നമ്മൾ വന്ന പാൽപ്പായസത്തിനുള്ള ഷീട്ടൊക്കെ ആക്കിയതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്യാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യണ്ടാവണം. അപ്പം പാൽപ്പായസത്തിൻ്റെ ഷീട്ടാക്കിയതിന് ശേഷം 1 മണിക്കാണ് പായസം വിതരണം ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് കാണാനിടയായത്. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് കാണാൻ സാധിച്ചതിലും അതിനെക്കുറിച്ച് മകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും ആ ആൽത്തറയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് വേറെ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വേറൊരാളെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാളുടെ വഴി നോക്കി പോയ കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പാൽപ്പായസം കിട്ടുകയും ചെയ്തു. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വളരെ ആഗ്രഹിച്ചൊരു കാര്യമാണ് അമ്പലപ്പുഴയിൽ ചെന്ന് അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.